ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൂത്രസംബന്ധമായ പ്രശ്നങ്ങളും അത് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷനും എങ്ങനെയൊക്കെ നമുക്ക് അതിനെ പരിഹരിക്കാം എന്നുള്ളതുമാണ്. ഒരുവിധം കോമൺ ആയിട്ട് പറയുന്ന ഒരു കണ്ടീഷനാണ് യൂറിനറി ഇൻഫെക്ഷൻ എന്നുള്ളത്. കോമൺ ആയിട്ട് പേഷ്യൻസ് പറയുന്ന സിംറ്റംസ്, അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലോവർ എബ്ഡോമൻ പെയിൻ, അതായത് അടിവയറ്റിലെ വേദന, അല്ലെങ്കിൽ ലോവർ ബാക്ക് പെയിൻ, അതിനോട് കൂടെ തന്നെ ചെറിയ പനി, കുളിര്, ഛർദ്ദിക്കാൻ വരൽ, ക്ഷീണം, അതേപോലെ തന്നെ യൂറിൻ പോകുമ്പോൾ എരിച്ചില്, അല്ലെങ്കിൽ വേദന, പിന്നെ യൂറിൻ പാസ് ചെയ്ത് അവസാനമാവുമ്പോഴുള്ള വേദന, അങ്ങനെ പലതരത്തില്. പിന്നെ ക്ലൗഡി യൂറിൻ, അതായത് യൂറിൻ ഒരു കഞ്ഞിവെള്ളത്തിന്റെ കളറിൽ പോവുക, അല്ലെങ്കിൽ യൂറിൻ മഞ്ഞ നിറം, ഭയങ്കര മണമായിട്ടുള്ള യെല്ലോ കളറിൽ പോവുക, അല്ലെങ്കിൽ അതിലൂടെ ബ്ലഡ് പാസ് ചെയ്ത് പോവുക. ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള സിംറ്റംസ് ആണ് യൂറിനറി ഇൻഫെക്ഷൻ്റെ കൂടെ പേഷ്യൻസ് കോമൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് പേഷ്യൻറ്റിനെ കിട്ടുകയാണെങ്കിൽ 100% നമ്മൾ ചെയ്യണം. അത് ഡോക്ടേഴ്സ് ചെയ്യുന്നതാണ് സാധാരണ. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പം ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോയിട്ട് യൂറിൻ റൊട്ടീൻ, അല്ലെങ്കിൽ യൂറിൻ കൾച്ചറോ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടോ, ഇതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂറിൻ്റെ എന്തോരം പസ് നിപ്പുണ്ട്, അല്ലെങ്കിൽ യൂറിൻ കൾച്ചർ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള എല്ലാ കണ്ടൻസിൻ്റെയും ഒരു അളവ് നമുക്ക് മനസ്സിലാവുന്നു. ഇത് വെച്ചിട്ടാണ് നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും അധികം കോമൺ ആയിട്ട് എപ്പോഴൊക്കെ നമുക്ക് ഈ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നു എന്നുള്ളത് നോക്കാം. ഏറ്റവും കൂടുതൽ കാണുന്നത് ചെറിയ കുഞ്ഞുങ്ങളിൽ തന്നെയാണ്. ചെറിയ പിള്ളേരിൽ നമുക്ക് പനി വരുന്നതിനോടുകൂടെ ചിലപ്പോൾ പനിയോടുകൂടെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ കാരണം പനി ഉണ്ടാവാം. 2 തരത്തിലും കാണിക്കുന്നുണ്ട്. ഈ പനി വരുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാതെ, ചില കുട്ടികൾക്ക് വെള്ളം ഒട്ടും കുടിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടാവും. അപ്പോൾ ഡീഹൈഡ്രേഷൻ കൊണ്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാം. അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കാം ആദ്യം തുടങ്ങിയത്, അതിൻ്റെ കൂടെ ഒരു ലോ ഗ്രേഡ് ഫീവർ ഉണ്ടാവാം. അതിൻ്റെ കൂടെ ചിലപ്പോൾ നോസിയ, അതായത് ഛർദ്ദിക്കാൻ വരുന്ന ഒരു തോന്നലും കാണിക്കാറുണ്ട്. യൂറിൻ പാസ് ചെയ്യുമ്പോൾ വേദന. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, ബൈസ്റ്റാൻഡർ ആരാണോ, പേരൻ്റ് ആണോ, ആരാണെങ്കിലും അത് മനസ്സിലാക്കിക്കൊണ്ട് ഡോക്ടറെ പറഞ്ഞ് ക്ലിയർ ചെയ്യണം. കാരണം യൂറിൻ പാസ് ചെയ്യുമ്പോഴും ഇന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനനുസരിച്ച് നമ്മൾ അതിനുള്ള യൂറിൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വിടുന്നുണ്ട്. അപ്പം ഇതൊരു കോമൺ കണ്ടീഷനാണ് കുട്ടികളിൽ കാണുന്നത്. പിന്നെ കുട്ടികളിൽ കാണുന്ന ഒരു കോമൺ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വയറ് ഉറയ്ക്കുക, അല്ലെങ്കിൽ മലബന്ധം ഉള്ള, കോൺസ്റ്റിപ്പേഷൻ ഉള്ള കുട്ടികളിൽ ഈ പ്രഷർ കൊണ്ട് യൂറിനറി ബ്ലാഡറിലോട്ട് ഒരു പ്രഷർ വരികയും അങ്ങനെ യൂറിനിൽ ചില സമയങ്ങളിൽ എപ്പോഴും കോൺസ്റ്റിപ്പേഷൻ ഉള്ള സമയത്ത് ഒരു യൂറിനറി ഇൻഫെക്ഷൻ കാണുന്നതും കാണാം, അങ്ങനെയും കാണുന്നുണ്ട്. അതുപോലെ പിന്നെ വളരെ റെയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയുന്നത്. അത് തീരെ ജനിച്ച ഉടനെ ഉള്ള കുഞ്ഞുങ്ങളിൽ കാണുന്നതാണ്. അപ്പോൾ ഈ ഹൈഡ്രോനെഫ്രോസിസ് ഉള്ള കേസസിൽ അവർ സാധാരണ ഒരു വയസ്സോടുകൂടി അത് തന്നെ ക്ലിയർ ആവാറുണ്ട്. ജനിച്ച ഒരു വയസ്സ് കഴിയുമ്പോഴേക്കും അത് യൂറിൻ പാസ് ചെയ്ത് ക്ലിയർ ആവാറുണ്ട്. പക്ഷേ യൂറിൻ പാസ് ചെയ്യുന്ന സമയങ്ങളിൽ എപ്പോഴെങ്കിലും നമുക്ക് ബ്ലോക്ക് കാണിക്കുകയോ, അല്ലെങ്കിൽ അടിക്കടി യൂറിനറി ഇൻഫെക്ഷൻ ഈ ഒരു വയസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് നിലനിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് പിന്നീട് നമുക്ക് കോംപ്ലിക്കേഷൻസിൽ പോവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസസ് നമ്മൾ കറക്റ്റായിട്ട് ഇൻഫെക്ഷൻ ഇല്ലാതെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ഈ 3 കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമുക്ക് കുട്ടികളിൽ കാണുന്നത്. പിന്നെ നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ആയിട്ടുള്ള ലേഡീസിൽ എന്തുകൊണ്ടാണ് ഇൻഫെക്ഷൻസ് കൂടുതൽ വരുന്നത്? അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ യൂട്രസിൽ കുഞ്ഞ് കിടക്കുമ്പോൾ അത് വലുത് ആവുന്നതിനനുസരിച്ച് യൂറിനറി ബ്ലാഡറിലേക്ക് ഒരു പ്രഷർ ഉണ്ടാവുകയും അതുവഴി നമുക്ക് ഇൻഫെക്ഷൻസ് കൂടുതൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, ക്ലെൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ യൂറിൻ പിടിച്ചു വെക്കാതെ അടിക്കടിക്ക് പാസ് ചെയ്യുക. യൂറിൻ പാസ് ചെയ്യണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും യൂറിനറി ഇൻഫെക്ഷൻ വരുന്നതിനനുസരിച്ച്. അപ്പോൾ അത് നമ്മൾ നിർബന്ധമായും യൂറിൻ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കാരണം വയറ് വലുതാവുന്നതിനനുസരിച്ച് ആ പ്രഷർ ഡിഫറൻസിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പിന്നെ നമുക്ക് സാധാരണ മെയിൽസിൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത് കിഡ്നി സ്റ്റോൺ, യൂറിനറി സ്റ്റോൺ, ഇങ്ങനത്തെ എന്തെങ്കിലും സ്റ്റോൺ ഉള്ള കേസസ് ആണെങ്കിൽ അത് മെയിൽസിൻ്റെ യൂറിനറി ഔട്ട്ലെറ്റ്, അതായത് യൂറത്ര ചെറുതായതുകൊണ്ടും അത് കാരണം നമുക്ക് ഇത് പൊടിഞ്ഞാലും ഇത് പോവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനത്തെ കേസസിൽ നമുക്ക് എന്തുണ്ടാവും, ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത അത് പ്രത്യേകിച്ച് മെയിൽസിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിഡ്നി സ്റ്റോൺ കുറയ്ക്കാനോ അല്ലെങ്കിൽ യൂറിനറി സ്റ്റോൺ കുറയ്ക്കാനോ ഉള്ള മരുന്നുകൾ എടുക്കേണ്ടതാണ് ഈ കേസസിൽ.
പിന്നെ നമുക്ക് വരുന്നത് ഫീമെയിൽസിൽ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഫീമെയിൽസിൽ എന്തുകൊണ്ടാണെന്നുള്ളത്, എങ്കിലും ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി തരാം. അതായത് അവരുടെ മൂത്രനാളി വളരെ ചെറുതാണ് എന്നുള്ളത് തന്നെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ക്ലെൻലിനെസ് പ്രത്യേകിച്ച് മെയിൻറ്റെയിൻ ചെയ്യുക. മുന്നിൽ നിന്നും പുറകോട്ട് വെള്ളമൊഴിച്ച് കഴുകേണ്ടതുമാണ്. പിന്നെ നമുക്ക് വരുന്നത് ഇതെല്ലാമാണ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. പിന്നെയുള്ളത് ഓൾഡ് ഏജ്, അതായത് വയസ്സായ ആളുകളിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്. അതിന് പ്രത്യേകിച്ച് കാരണം ഈ കിടപ്പ് രോഗികൾ അവരുടെ കത്തറ്റർ ഉപയോഗിക്കുന്ന, അതായത് യൂറിൻ ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് കത്തറ്റർ. കത്തറ്ററൈസേഷൻ ചെയ്തിട്ടുള്ള പേഷ്യൻസിൽ എപ്പോഴും അതൊരു ഫോറിൻ ബോഡി ആയതുകൊണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയാണ് ഒരു ടൈപ്പ്. പിന്നെ അല്ലെങ്കിൽ ഈ അഡൾട്ട് ഡൈപ്പേഴ്സ് ഉപയോഗിക്കുന്നവർ, യൂറിൻ ഇടയ്ക്കിടയ്ക്ക് പോവുക, അറിയാതെ പോവുക, തുള്ളിയായി പോവുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ അഡൾട്ട് ഡൈപ്പർ ഉപയോഗിക്കും. ഇങ്ങനത്തെ കേസസിലും കുറേ നേരം കഴിയുമ്പോൾ ചില സമയങ്ങളിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കാറുണ്ട്. അതിനും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ യൂറിൻ ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള മരുന്നുകൾ തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ ഇതിനെല്ലാം പുറമെ നമുക്ക് വരുന്നതാണ് ഈ ഇമ്മ്യൂണോ സപ്രസന്റ് കണ്ടീഷൻസ്. അതിൽ മരുന്ന് കഴിക്കുന്ന ആളുകൾ, അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, അങ്ങനെ കുറേ എണ്ണുണ്ട്. അതൊരു സിൻഡ്രോമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിംറ്റംസിന്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ആ കൂട്ടം ആൾക്കാർ SLE അങ്ങനത്തെ പലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉള്ളവരിലും നമ്മൾ ഇൻഫെക്ഷൻസ്, അതായത് അവരുടെ പ്രതിരോധ ശക്തി ഇതായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇൻഫെക്ഷൻസ് കൂടുതൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട, പിന്നെ കുറേ പേഷ്യൻസ് എന്നോട് ചോദിക്കുന്നതാണ്, ഡോക്ടറെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് നല്ല സ്ട്രെസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് UTI, അതായത് യൂറിനറി ഇൻഫെക്ഷൻ വരണേ എന്നുള്ളത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഡയറക്റ്റ്ലി അതിനൊരു റിലേഷൻ ഇല്ല. പക്ഷെ സ്ട്രെസ് കൂടുതലുണ്ടാകുന്ന ആളുകളിൽ അല്ലെങ്കിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് കോർട്ടിസോൾ കൂടുന്നു. കോർട്ടിസോൾ കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്തുണ്ടാവും, നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തിക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരിൽ നമുക്ക് ഇപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് പറഞ്ഞ പോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട പോലെ തന്നെ ആ ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാവുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് നമുക്ക് എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് നമ്മുടെ സ്ട്രെസ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. പിന്നെ പ്രധാനമായും ഇതൊരു പകരുന്ന അസുഖമല്ല, പക്ഷേ എന്നിരുന്നാലും ഇതൊരു ഹെറിഡിറ്ററി ബേസിസ് ഇതിനുണ്ട്. ഇപ്പം കിഡ്നി സ്റ്റോണും അതേപോലെ യൂറിനറി സ്റ്റോണും ഒക്കെ ഉണ്ടാവാൻ ടെൻഡൻസി ഉള്ളവർ, ഇതെല്ലാം ഒരു ഹെറിഡിറ്ററി ടെൻഡൻസിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റഡീസ് മനസ്സിലാക്കി തരുന്നത് ഇതിനും ചെറിയ രീതിയിലൊരു ഹെറിഡിറ്ററി ടെൻഡൻസി ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആ ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ 100% നമ്മൾ മരുന്നെടുക്കണം. കാരണം ഇപ്പോൾ ഒരു വർഷത്തിൽ 4 പ്രാവശ്യം 5 പ്രാവശ്യം ഇതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന ഒരാളാണെങ്കിൽ അവർക്ക് 100% ആ ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ആ ടെൻഡൻസി ഉള്ള ആളുകളിൽ നമ്മൾ അത് മാറ്റിയെടുക്കാനും അതിൻ്റെ ഫ്രീക്വൻസിയും അതിൻ്റെ ഇൻറ്റൻസിറ്റിയും മാറ്റിയെടുക്കാൻ പ്രകൃതമനുസരിച്ചുള്ള മരുന്നുകളാണ് കഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കാട്ടിലും എങ്ങനെ നമുക്ക് ഇത് വരുന്നത് ഒഴിവാക്കാം, ഈ ഒരു ടെൻഡൻസിയിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളതാണ് നോക്കുന്നത്. പിന്നെ നമുക്ക് പണ്ടുള്ളവർ പറയും ഞെരിഞ്ഞില് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതി. വെള്ളം നമുക്ക് ധാരാളം കുടിക്കണം. എന്നിട്ടും നമുക്ക്, അതായത് നല്ല നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് നമ്മുടെ ബോഡി വെച്ചാലും, പിന്നെ അതേപോലെ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെ, മലബന്ധമില്ലാതെ പ്രോബയോട്ടിക്സ് ഇതെല്ലാം കഴിക്കുന്നുണ്ട്. ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രോബയോട്ടിക്സ് കഴിക്കുക, ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, ഇതെല്ലാം, വെള്ളം ധാരാളം കുടിക്കുക, വൃത്തിയായി സൂക്ഷിക്കുക, ഇതെല്ലാം ചെയ്തിട്ടും നമുക്ക് ഈ ഒരു അസുഖം അടിക്കടി വരുന്നുണ്ടെങ്കിൽ എന്തായാലും അതിനൊരു ഹെറിഡിറ്ററി ടെൻഡൻസി തന്നെയാണ്. അപ്പോൾ ആ ഒരു ടെൻഡൻസി മാറ്റിയെടുക്കാൻ നമ്മൾ ആ ഒരു പ്രകൃതം അനുസരിച്ചുള്ള മരുന്നുകൾ തന്നെ കഴിക്കണം. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു 3 മാസം മുതൽ 6 മാസം വരെ നമ്മൾ നമ്മുടെ ഹോമിയോ മെഡിസിൻസ് കഴിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടും, അങ്ങനെ വരാതെ നമുക്ക് പൂർണ്ണമായിട്ട് രക്ഷപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുടിച്ചിട്ട് നമുക്കിത് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷമം നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. ഒരു പ്രാവശ്യം നമ്മൾ ഒരു ദിവസം നമ്മൾ ചിലപ്പോൾ കുറച്ച് വെള്ളം കുടിക്കാൻ കുറഞ്ഞു പോയാൽ തന്നെ നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ടെൻഡൻസി നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുട്ടികളിലാണെങ്കിലും വലിയവരിലാണെങ്കിലും നമുക്ക് കുറച്ച് കാലം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഹോമിയോ മെഡിസിൻസ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ ആക്കിയെടുക്കാൻ സാധിക്കും. താങ്ക് യു.